ബർജീൽ ജിയോജിത്ത് ലൈഫ് ലൈൻ്റെ 9ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം പ്രവാസികളായ നമ്മൾ ഒരു ദിവസം നാട്ടിലേക്ക് സ്ഥിരതാമസത്തിന് പോവേണ്ടതുണ്ട്. അങ്ങനെ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ന് നമ്മളും നമ്മുടെ കുടുംബവും ജീവിക്കുന്ന സുഖസന്തോഷത്തോടു കൂടിയുള്ള ഒരു ജീവിതം തുടരുവാൻ എങ്ങനെ സൗകര്യങ്ങൾ ഒരുക്കാം എന്നീ കാര്യങ്ങൾ ചർച്ച ചെയ്യലാണ്. ഇന്നലെ എനിക്ക് ലഭിച്ച 2 ടെലിഫോണുകൾ നമുക്കെല്ലാവർക്കും ഒരു ചോദ്യചിഹ്നമായിട്ടുള്ള സംഭവമാണ് സൂചിപ്പിക്കുന്നത്. പന്തളത്ത് നിന്ന് ഒരു സുഹൃത്ത് വിളിക്കുകയുണ്ടായി. അദ്ദേഹം 20 വർഷമായി സൗദി അറേബ്യയിൽ ജോലി ചെയ്യുകയായിരുന്നു. അദ്ദേഹം സ്പ്രേ പെയിൻ്ററായിരുന്നു. സൗദി അറേബ്യയിൽ നിന്ന് കിഡ്നിക്ക് പ്രശ്നമായതിന് കൊണ്ട് നാട്ടിലേക്ക് തിരിച്ചു പോവുകയും ഇപ്പോൾ അദ്ദേഹത്തിന് ആഴ്ചതോറും ഡയാലിസിസ് ആവശ്യമായി വന്നിരിക്കുകയാണ്. അതിനുള്ള ചെലവ് 1600 ഉറുപ്പികയോളം വരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു അവസ്ഥ, ഒരു വാടക വീട്ടിൽ താമസിക്കുന്ന അവസ്ഥ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പ്രവാസികളായ നമുക്ക് എന്തെങ്കിലും സഹായം ചെയ്യാൻ സാധിക്കുമോ എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം നാട്ടിൽ നിന്ന് വിളിച്ചത്. അതുപോലെ തന്നെ മറ്റൊരു സുഹൃത്തിന് ആയിട്ട് സംസാരിക്കുവാൻ ഇടവന്നു. അദ്ദേഹം 25 വർഷക്കാലം ദുബൈയിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം ഒരു ബാങ്കിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അദ്ദേഹത്തിന് 2 പെൺമക്കളുണ്ടായിരുന്നു. ഈ 2 കുട്ടികളെയും ഡോക്ടർമാരായിട്ട് വളർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു. അവരെ വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം അവർ പല ഭാഗങ്ങളിലായി ജോലിക്ക് പോവുകയും അവരിൽ നിന്ന് ഒരു സഹായവും ലഭിക്കാത്ത അവസ്ഥ സംജാതമാവുകയും ഇപ്പോൾ എങ്ങനെയെങ്കിലും ഗൾഫിലേക്ക് വീണ്ടും വന്നാൽ എന്തെങ്കിലും അവസരം ലഭിക്കുമോ എന്ന ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അദ്ദേഹത്തിന് വയസ്സ് 55. ഈ പ്രായത്തിൽ അദ്ദേഹം ഗൾഫിൽ വന്നാൽ എന്ത് ജോലിയാണ് കിട്ടുക എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയ ചോദ്യചിഹ്നമായി തീരുകയാണ്. ഇങ്ങനെയുള്ള അവസ്ഥാവിശേഷങ്ങൾ വരാതിരിക്കണമെങ്കിൽ നാം ഗൾഫിൽ ജീവിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ വരുമാനത്തിൽ നിന്ന് കൃത്യമായ ഒരു സംഖ്യ നമ്മുടെ ഭാവിക്ക് വേണ്ടി മിച്ചം വെക്കുന്ന സ്വഭാവവും ആ മിച്ചം വെച്ച സംഖ്യ നിരന്തരമായി നിക്ഷേപം ചെയ്യുന്ന ഒരു സ്വഭാവവും നമ്മളിൽ കെട്ടിപ്പടുക്കേണ്ടതുണ്ട്. അതിനുള്ള വിവിധ നിക്ഷേപ മാർഗങ്ങളും സമ്പാദിക്കാനുള്ള വിവിധ ടെക്നിക്കുകളുമാണ് ഈ പ്രോഗ്രാമിൽ കൂടെ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നാം ചർച്ച ചെയ്ത വിഷയങ്ങളെപ്പറ്റി പലർക്കും പല ചോദ്യങ്ങളും ഉണ്ടായി. അതിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, നിക്ഷേപ ആവശ്യങ്ങൾക്ക് പാൻ കാർഡ് വേണം, അതിൻ്റെ ആവശ്യകത എന്ത് എന്നാണ് പലരും ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ ഓഹരിയിലോ മ്യൂച്വൽ ഫണ്ടിലോ മറ്റ് പല മേഖലകളിലും വസ്തുവിലോ സ്വർണത്തിലോ എന്നീ കാര്യങ്ങളിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ 50,000 ഉറുപ്പികയിൽ കൂടുതൽ വരുന്ന എല്ലാ നിക്ഷേപത്തിനും പാൻ കാർഡ് വളരെ നിർബന്ധമാണ്. പാൻ കാർഡ് എന്ന് സൂചിപ്പിക്കുന്നത് പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ. ഈ പെർമനൻറ്റ് അക്കൗണ്ട് നമ്പർ ഇൻകം ടാക്സിലുള്ള ആൽഫ ന്യൂമറിക്കൽ നമ്പറും നമ്മുടെ പേരും നമ്മുടെ പിതാവിൻ്റെ പേരും നമ്മുടെ ഫോട്ടോവും നമ്മുടെ സിഗ്നേച്ചറോടും കൂടിയ ഒരു ഐഡൻറ്റിറ്റി കാർഡാണ്. ഈ കാർഡ് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം എടുക്കേണ്ടതാണ്. പലർക്കും ഉള്ള സംശയം, ഇങ്ങനെ ഒരു പാൻ കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സമ്പാദ്യത്തിന് മുഴുവൻ ടാക്സ് കൊടുക്കേണ്ടി വരുമോ എന്നാണ്. പ്രവാസികളായ നമുക്ക് NRI അക്കൗണ്ടിലുള്ള സംഖ്യയ്ക്ക് യാതൊരു ടാക്സും കൊടുക്കേണ്ടതില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. നമുക്ക് നാട്ടിൽ എന്തെങ്കിലും വരുമാനമുണ്ടെങ്കിൽ, അതും പ്രത്യേകിച്ചും വാടക ഇനത്തിലോ മറ്റോ വരുമാനമുണ്ടെങ്കിൽ, ആ വരുമാനം 1,80,000 ഉറുപ്പികയിൽ കൂടുതലാണ് ഒരു വർഷമെങ്കിൽ, ആ കൂടുതൽ വരുന്ന സംഖ്യയ്ക്ക് മാത്രമാണ് നാം ടാക്സ് കൊടുക്കേണ്ടി വരുന്നത്. ആദ്യത്തെ സ്ലാബ് 10%, പിന്നീട് 20%, അതിന്
മുകളിൽ വന്നു കഴിഞ്ഞാൽ 30% ടാക്സ് കൊടുക്കേണ്ടത്. അത് നാട്ടിൽ ഇൻകം ഉണ്ടെങ്കിൽ മാത്രമേ അത് കൊടുക്കേണ്ടി വരുന്നുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് NRI ആയിട്ടുള്ള നമുക്ക് 90% ആളുകൾക്കും നാട്ടിൽ വരുമാനം ഇല്ലാത്തവരായതുകൊണ്ട് നാം പാൻ കാർഡ് എടുത്തുകൊണ്ട് ടാക്സ് കൊടുക്കേണ്ടി വരണം എന്നുള്ള ഭയപ്പാട് ആവശ്യമില്ല. അതുപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു സംഭവം, ലാഭം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ശേഷി ഉണ്ടെങ്കിൽ അതും ഇൻകം ടാക്സിൻ്റെ പരിധിക്ക് കൂടുതൽ വരുന്ന സംഖ്യ വരുമാനമുണ്ടെങ്കിൽ ടാക്സ് കൊടുക്കേണ്ടത് ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്തമാണ്, ചുമതലയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. 30% ടാക്സ് കൊടുക്കേണ്ടത് അത്രയും അതിൽ വളരെ ഉയർന്ന സംഖ്യ വരുമാനം ഉണ്ടാകുമ്പോൾ മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ടാക്സ് കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ വരുമാനം അതിന് മാത്രം കുറഞ്ഞു പോകുന്നില്ല. ഒരു തരത്തിലും നമ്മളെപ്പോലുള്ള ആളുകളെ ടാക്സ് ഉദ്യോഗസ്ഥന്മാർ ഒരു തരത്തിലും ഹറാസ് ചെയ്യുന്ന പ്രശ്നവും ഉദിക്കുന്നില്ല. അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് നമ്മൾ ഒട്ടും ഭയപ്പെടരുത്. പാൻ കാർഡ് എടുക്കുവാൻ വേണ്ട സംവിധാനങ്ങൾ പ്രധാനമായിട്ട് നമ്മുടെ ഫോട്ടോഗ്രാഫ് വേണം, ബാങ്ക് അക്കൗണ്ടിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അത് നാട്ടിലെ ബാങ്ക് അക്കൗണ്ടിൻ്റെ NRI അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ആയാലും മതി, നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ UAE ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ആയാലും മതി, ലേറ്റസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കണം. ഇത് അക്കൗണ്ടിൽ എത്ര പണമുണ്ട് എന്ന് കാണിക്കാനല്ല, നമ്മുടെ അഡ്രസ് പ്രൂഫിന് വേണ്ടിയാണ്. മറ്റൊരു കാര്യം ആവശ്യമുള്ളത് നമ്മുടെ പാസ്പോർട്ടിൻ്റെ ആദ്യത്തെയും അവസാനത്തെയും പേജിൻ്റെ ഫോട്ടോ കോപ്പിയും വിസയുടെ കോപ്പിയും. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഓഫീസ് പാൻ കാർഡ് എടുത്തു കൊടുക്കുന്നുണ്ട്. പാൻ കാർഡ് ഇല്ലാതെ ഒരു തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്യാൻ സാധ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ അടിസ്ഥാന സൗകര്യമായി കണ്ടുകൊണ്ട് ആദ്യം ചെയ്തിരിക്കേണ്ടതാണ്. മറ്റു ചിലർ അന്വേഷിച്ചത് എന്തുകൊണ്ട് ചില പ്രത്യേക ബാങ്കുകളിൽ അക്കൗണ്ട് വേണമെന്ന് ആവശ്യപ്പെടുന്നു എന്നാണ്. പലപ്പോഴും ഈ പ്രോഗ്രാമിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകൾ തിരുവനന്തപുരം, കൊച്ചി, തൃശ്ശൂർ, കോഴിക്കോട് എന്നീ സ്ഥലങ്ങളിലുള്ള ഏത് ബാങ്കിലാണെങ്കിലും അത് സ്വീകാര്യമാണ് എന്നാണ്. അതിനു പുറമെ ന്യൂ ജനറേഷൻ ബാങ്കുകളിലുള്ള ICICI, IDBI, HDFC, ഇൻഡസിൻഡ് ബാങ്ക്, ആക്സിസ് ബാങ്ക് ഇങ്ങനെയുള്ള ബാങ്കുകളിലുള്ള അക്കൗണ്ട് ആണെങ്കിൽ, അതും പ്രധാന പട്ടണങ്ങളിലാണെങ്കിൽ അത് സ്വീകാര്യമാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെയും ഫെഡറൽ ബാങ്കിൻ്റെയും മറ്റും ചില പ്രത്യേക ബ്രാഞ്ചുകളിൽ ഉള്ള അക്കൗണ്ടുകൾ എല്ലാം സ്വീകാര്യമാണ്. ഇത് ഏത് സ്വീകാര്യമാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളുടെ ചെക്ക് ബുക്ക് ഞങ്ങളുടെ ഓഫീസ് കാണിച്ചു കൊടുത്താൽ അവർ പറയും ഈ അക്കൗണ്ട് സ്വീകാര്യമാണ് എന്ന് പറയും. എങ്കിൽ അതേ അക്കൗണ്ട് ഉപയോഗിച്ച് നമുക്ക് നിക്ഷേപം നടത്തുവാൻ സാധിക്കും. മാത്രമല്ല അതല്ല, അത് സ്വീകാര്യമല്ലെങ്കിൽ ഞാൻ മേൽപ്പറഞ്ഞ ഏതെങ്കിലും ഒരു ബാങ്കിൽ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കൽ ആവശ്യമാണ്. അതുകൊണ്ട് കഴിയുന്നതും നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ ഗ്രാമത്തിൽ ഇപ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതേ ബാങ്കിൽ തന്നെ പട്ടണത്തിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ പട്ടണത്തിലുള്ള അക്കൗണ്ടിലേക്ക് ഗ്രാമത്തിലെ ബാങ്കിൽ നിന്ന് പണം അയക്കുവാനും പട്ടണത്തിലെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഗ്രാമത്തിലേക്ക് പണം അയക്കുവാനും നിഷ്പ്രയാസം സാധിക്കും. നമ്മൾ ഇത്തരം സ്ഥലങ്ങളിൽ പട്ടണങ്ങളിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായതുകൊണ്ട് നമ്മൾ ബാങ്കിൽ പോകേണ്ടി വരും എന്ന് ഭയപ്പെടേണ്ടതില്ല. ഇന്നത്തെ കാലത്ത് അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം നിറവേറ്റുവാൻ സാധിക്കും. അതുകൊണ്ട് അത്തരം ബാങ്കുകൾ, അക്കൗണ്ടുകൾ വളരെ ആവശ്യമാണ്.